5 ദിനരാത്രങ്ങൾ, 24 വേദികൾ, 239 മത്സര ഇനങ്ങൾ, 15,000-ഓളം മത്സരാർത്ഥികൾ. സകല കളിയുടെ കൊല്ലം പൂരത്തിന് കൊടിയിറങ്ങുമ്പോൾ ആസ്വാദനം കൊണ്ടും സംഘാടനം കൊണ്ടും പുതിയൊരു അധ്യായം കൂടെ ഇവിടെ എഴുതി ചേർക്കുകയാണ്. നല്ല പ്രോഗ്രാമായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കതൊന്നും പറ്റിയിട്ടില്ല. കലോത്സവം 16 വർഷങ്ങൾക്ക് ശേഷമല്ലേ കൊല്ലത്ത്. നമുക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അതിൻ്റെ ഡ്യൂട്ടിയൊക്കെ നമുക്ക് കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കലോത്സവം എന്ന് പറയുന്നത് നമ്മൾ TV കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ വന്നപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആളുകളെ കാണാനും പരിപാടികൾ കാണാനും എല്ലാം. നമുക്ക് ആ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പരിപാടികളെല്ലാം. സന്തോഷം. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നാടോടി നൃത്തം കണ്ട നല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ ഇരിക്കുക, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റുന്നു. പിന്നെ ഈ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നാൽ അതിലേറെ ഒരു സന്തോഷമുള്ള നിമിഷം. ഭയങ്കര അഭിമാനമാണ്. സ്കൂളിലെ യൂണിഫോമിൽ നിന്ന് ഇതുവഴി ഇങ്ങനെ കറങ്ങാനൊക്കെ നടക്കുന്ന നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് വന്നായിരുന്നു, അപ്പോൾ വൈബായിരുന്നു. ഇപ്പം ഇവിടും വന്ന്, പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഇപ്പം വൈബായിട്ടുണ്ട് പരിപാടിയൊക്കെ. പിന്നെ രാത്രിയാണ് നല്ല രസം. ഇവിടെ ആൾക്കാരുടെ കൂട്ടവും കാണാൻ നല്ല രസമാണ്. പിന്നീട് ഇവിടെ ഫുൾ ഡെക്കറേഷൻ, അതൊക്കെ വൈബാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു, പക്ഷേ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്നലത്തെ ബാക്കിയാണെന്ന് തോന്നുന്നു നടക്കുന്നത്. സ്റ്റേജിൽ കാണുമ്പം TV-യിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ന്യൂസ് ചാനലിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ സാധനം ഇത് ഒറിജിനലായിട്ട് കാണുമ്പോഴല്ലേ ഒരു ഫീൽ അറിയത്തുള്ളൂ. പിള്ളേരൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പലരും പല രീതിയിലാണ് കളിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ വരണമെന്നുണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസമാണ് വന്നത്. പക്ഷേ തലേന്ന് വരാതിരുന്നതിൽ നഷ്ടമായിപ്പോയി. ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് തരുന്ന ഇവരെയൊക്കെ അന്ന് അനുമോദിച്ചേ പറ്റത്തുള്ളൂ. ആഹാരവും വെള്ളവും ഭക്ഷണവും എല്ലാം വളരെ സൗഹൃദമായ ഒരു പോലീസിൻ്റെ നിന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ എല്ലാ പവലിയനും നമുക്ക് വളരെ കൊല്ലത്തിൻ്റെ ഒരു അഭിമാനമായി ഇത് മാറും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനൊക്കെ ഇടയ്ക്ക് പരിപാടിയൊക്കെ കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. വല്ലപ്പോഴും ഇന്നലെ ഇച്ചിരി കുറച്ച് സമയം മറ്റേ ഗ്രൂപ്പ് ഡാൻസ് ഒന്ന് കാണാനുള്ള അവസരം കിട്ടും. പിന്നെ സാറിൻ്റെ ചോദിച്ചാൽ ചിലപ്പോഴെങ്കിലും ഒന്ന് കറങ്ങും. പിന്നെ ഇവിടെ അത്യാവശ്യം പോലീസിൻ്റെ നമ്മുടെ റിഫ്രഷ്മെൻറ്റിനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിലെല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു. വേറെ നന്നായിരിക്കുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് തീരുന്നുള്ളൊരു വിഷമേ ഉള്ളൂ. സ്റ്റേറ്റ് കലോത്സവത്തിന് പണ്ട് പങ്കെടുത്തിട്ടുണ്ട്. അത് കൊല്ലത്ത് വെച്ച് സംസ്ഥാന ജനോത്സവം നടന്നപ്പം അന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മത്സരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. A ഗ്രേഡ് കിട്ടി സംസ്ഥാന ജനോത്സവത്തിൽ. ഗാനമേളയായിരുന്നു ഐറ്റം. പുനലൂർ ഗവൺമെൻറ് സ്കൂളിൽ നിന്നായിരുന്നു. അന്ന് തിരക്കുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. കുട്ടികളൊക്കെ അങ്ങ് വേദികളിൽ ഓടി നടന്നും ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് അന്ന് ഇത്രയൊരു അറിവില്ലല്ലോ, അപ്പോൾ പിന്നെ ഓടി അങ്ങ് നടന്ന് ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഇതൊക്കെ കാണുമ്പം പെട്ടെന്ന് കാണണം. ഇത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനകത്തൊരു സന്തോഷം. കൊല്ലത്തിൻ്റെ ആഘോഷമാണ് കലോത്സവം. ഞങ്ങളും കൂടെ അത് ഏറ്റെടുത്തിരിക്കുക. ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഞങ്ങൾ CIT മെമ്പേഴ്സാണ്. ഞങ്ങളുടെ സംഘടനയുടെ പിൻബലത്തിൽ അവരുടെ ആവശ്യപ്രകാരം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞങ്ങൾ ചെയ്യുകയാണ്. ഞങ്ങൾ ഇത് പുഷ്പസഖാവ് ES-ലെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ സുപ്രഭ. അപ്പോൾ ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഞങ്ങൾ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക, സൗജന്യമായിട്ട് കൊണ്ടുപോവുകയാണ്. മറ്റുള്ള ജില്ലയിൽ നിന്ന് വരുന്ന ഓരോ മത്സരാർത്ഥികളായാലും പേരൻസ് ആയാലും അവരെയൊക്കെ കൊണ്ടുപോയി യഥാസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള നമ്മുടെ ഒരു കൃത്യനിർവഹണം. അപ്പോൾ അത് ശരിക്കും നമ്മുടെ CIT-ൻ്റെ സംഘടനയുടെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സൂപ്പറല്ലേ, അടിപൊളി. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ്. കാസർഗോഡ് നിന്നൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞ് കൊല്ലം അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. വളരെ നല്ല അഭിപ്രായങ്ങളാണ്. ഫുഡിൻ്റെ കാര്യങ്ങളായാലും കലോത്സവ വേദികളായാലും ചുറ്റുവട്ടം മറ്റു കാര്യങ്ങൾ സൗകര്യങ്ങളും എല്ലാം എല്ലാവർക്കും വളരെ പോസിറ്റീവാണ് എല്ലാവരും പറയുന്നത്. നെഗറ്റീവായിട്ടൊന്നും നമ്മൾ കേൾക്കുന്നില്ല. 25 CIT-ൻ്റെ ഓട്ടോകളാണ് ഈ 5 ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഓടുന്നത്. നമ്മൾ എങ്ങനെ ആയാലും ശരാശരി ഒരു 150 കിലോമീറ്ററോളം ഇവിടെ ഓടും. ഇപ്പോൾ കൊല്ലത്തിന് വളരെ മോശപ്പെട്ട അഭിപ്രായമായിരുന്നു. പക്ഷേ ആ അഭിപ്രായമൊക്കെ മാറി. വരുന്നവരൊക്കെ പറഞ്ഞ് കൊല്ലത്ത് ഇത്രയും നല്ല ആൾക്കാരാണോ, നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി അവരെ ഫുഡ് കഴിക്കുക. 24 വേദികളുണ്ട്. 24 വേദികളിലും നമ്മൾ കൊണ്ടുവിട്ട് അവർക്ക് വളരെ സന്തോഷം. ബാക്കി കയറിയവർ കണ്ണൂരും കാസർഗോഡും എല്ലാം ഉള്ളവരും അവർക്കെല്ലാം വലിയ നല്ല അഭിപ്രായമാണ്. ഓരോരുത്തരും വണ്ടി കയറുന്നവർ പറയുന്നത് ഇത്രയും നല്ല ആൾക്കാർ കൊല്ലക്കാരാണോ, അങ്ങനൊന്നും അല്ലല്ലോ പത്രത്തിലും TV-യിലും ഒക്കെ വരുന്നത്. പപ്പടത്തിന് വേണ്ടിയൊക്കെ ഓരോരുത്തരെ കുത്തിക്കൊന്നെന്നും അതൊക്കെയായിരുന്നു. ഇപ്പോൾ അവർക്ക് ഇവിടെ വന്നപ്പം അവർക്കിതെല്ലാം ബോധ്യമായി. നമുക്ക് പാർട്ടിയുടെയും CIT-ൻ്റെയും വലിയൊരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് ഇനി 13 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് കൊല്ലക്കാർക്കുണ്ടാകും.